ബിഗ് ബോസ് സീസൺ 7 ഒരു ചെറിയ വലിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. പുതിയൊരു പ്രൊമോ വന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? നമ്മുടെ ലാലേട്ടൻ അനീഷേട്ടനെ പിടിച്ചങ്ങോട്ട് വലിച്ച് കീറുന്ന ആ ഒരു പ്രൊമോ നിങ്ങളിൽ കുറെ ആളുകൾക്കൊക്കെ സങ്കടം തോന്നിക്കാണും. ചിലവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്ന് കാണുമേ എന്താണ് ലാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതവും തോന്നിയില്ല, പ്രത്യേകിച്ച് അങ്ങനെ അനീഷേട്ടനെ വഴക്ക് പറയുന്നത് കണ്ടപ്പോഴത്തേക്ക് സങ്കടവും തോന്നിയില്ല. കാരണം ഞാനത് മുമ്പേ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇത്രയും നാൾ ലാലേട്ടൻ ലേറ്റ് ആക്കി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ അതിനും എനിക്ക് ഉത്തരവുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സംഗതി വേറൊന്നുമല്ല. ഇത്രയും നാൾ നിങ്ങൾ വീക്കെൻഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ വരും, എല്ലാവരെയും പിടിച്ചൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴക്ക് പറഞ്ഞു വിടും, അനീഷിനെ ഒന്ന് കൊട്ടിവിടും. എന്നിട്ട് അനീഷിനോട് തന്നെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം അവിടെ ചർച്ചയാവുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പോംവഴി, അല്ലെങ്കിൽ അനീഷ് പറയൂ, എന്താണ് അനീഷിന്റെ അഭിപ്രായം? അനീഷ് പറയൂ, അനീഷെ മോനെ എന്താണ് നിന്റെ അഭിപ്രായം? ഇങ്ങനെ ചോദിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതായത് വേറൊന്നുമല്ല, കോമണർ എന്ന് പറയുന്ന വ്യക്തി അനീഷേട്ടനെ ഇത്രയും നാള് നല്ല രീതിയിൽ, പിന്നെ പുള്ളിയുടെ ഗെയിമും പുള്ളിയുടെ സുപ്രഭാതവും പുള്ളിയുടെ ഓരോ പരിപാടികളും പുറത്ത് ജനങ്ങൾ ആഘോഷിക്കുന്നുണ്ടെന്ന് ബിഗ് ബോസിനും നമ്മുടെ ലാലേട്ടനും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ 60-70 ദിവസങ്ങൾ ആ ഒരു സാധനം ബൂസ്റ്റ് ചെയ്ത് അനീഷേട്ടനെ കോൺഫിഡൻസും കൊടുത്ത് അങ്ങ് നിർത്തി. ഇപ്പൊ അതേ അനീഷേട്ടനെ അടിച്ചങ്ങോട്ട് കോൺഫിഡൻസ് എല്ലാം ഇല്ലാതെ അങ്ങാക്കി. ഇനി അനീഷേട്ടൻ മുന്നോട്ട് എങ്ങനെ കളിക്കും, അതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അതെങ്ങനെ അനീഷേട്ടൻ കളിക്കും, ഞാൻ അതിനാണ് വെയിറ്റിംഗ്. കാരണം ലാലേട്ടനൊക്കെ വലിച്ചു കീറി ഒട്ടിച്ച് കാണും. അനീഷേട്ടൻ ഇത്രയും ദിവസവും എടുത്തിരുന്ന സ്ട്രാറ്റജി, അങ്ങനെ തന്നെ ഞാൻ പറയും, ഈ സ്ട്രാറ്റജിയിൽ നിന്ന് അനീഷേട്ടൻ പിന്നോട്ട് മാറുമോ? മാറരുത്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം പുള്ളി. കാരണം ലാലേട്ടൻ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, PR എന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, അറിയാമോ? അനീഷ് മൊനെ എന്ന് വിളിക്കുന്നുണ്ട്. പറഞ്ഞ അനീഷേട്ടൻ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ലാലേട്ട, ഐഡിയ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പച്ചക്കള്ളവാന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. ലാലേട്ടനല്ല, അനീഷേട്ടൻ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അനീഷേട്ടന് PR പറ്റി ഒന്നും അറിയത്തില്ലെന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല. അനീഷേട്ടന് നല്ല വ്യക്തമായിട്ട് അറിയാം PR എന്താണെന്ന്. പക്ഷേ പുള്ളി അത് സത്യം അവിടെ പറയണമെന്ന് എവിടെങ്കിലും മറ്റേ കയറുന്നതിന് മുന്നേ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. അങ്ങനെ അഗ്രിമെന്റ് ഒന്നും ഇല്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സത്യങ്ങൾ മാത്രമേ പറയാവൂ എന്നൊന്നും ഇല്ല. പുള്ളിയുടെ ഇഷ്ടം, പുള്ളി എന്ത് പറയുമെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡയലോഗ് അടിക്കുമ്പോൾ ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നുണ്ട്, 5 വർഷങ്ങളായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരിക്കുന്ന ആളാണ്. 5 വർഷമായിട്ട് ലീവ് എടുത്തു, 2 വർഷമായിട്ട് ട്രൈ ചെയ്യുന്നതാണല്ലോ ഞാൻ അങ്ങനെ കേട്ടത്. അപ്പം ആളാണ് അനീഷ്. അപ്പൊ PR കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ അറിയാൻ ലാലേട്ടൻ, പക്ഷെ ഇത്രയൊന്നും വലിയ. ഉടനെ ലാലേട്ടൻ പറയുന്നു, ഈ 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് വിളി വന്നതെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. ഉടനെ അനീഷേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ 3 ദിവസം മുമ്പ്. ഉടനെ ലാലേട്ടൻ കലിപ്പ വന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട്, 3 ദിവസമൊന്നും അല്ല, 12 ദിവസം മുന്നേ നിന്നെ വിളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ അത്രയും ഏകദേശം. ഉടനെ ലാലേട്ടൻ പറയുന്നു, നിർത്തിക്കോ, ഞങ്ങളുടെ തെളിവുണ്ട്, കാണിക്കണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഇതൊക്കെ അനീഷിന്റെ ഗെയിം ആയിരിക്കും. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. പക്ഷെ അതൊക്കെ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താ? ഇപ്പം അഖിൽ മാരാർ പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്, റോബിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനീഷും പറയണമെന്ന് അത്ര നിർബന്ധമുണ്ടോ? അനീഷിന്റെ ഗെയിം കളിക്കും, അത്രേ ഉള്ളൂ. അനീഷ് മറ്റേ പല കാർഡുകൾ ഇറക്കുന്നുണ്ടല്ലോ, ഞാൻ കോമണറാണ്, ഞാൻ സാധാരണക്കാരനാണ്. ഇതൊക്കെ കാർഡുകളായിരിക്കാം, ഇതൊക്കെ പുള്ളി പ്ലാൻ ചെയ്ത് കളിക്കുന്നതായിരിക്കാം. പുള്ളി പുള്ളി തുടക്കം തൊട്ട് നമ്മളെ വെറുപ്പിച്ചു തുടങ്ങിയ ഒരാളാണ്. പുള്ളി ആദ്യം തൊട്ടേ നല്ല രീതിയിൽ വന്ന് പിന്നെ വെറുപ്പിക്കാൻ തുടങ്ങിയ ഒരാളല്ല. പുള്ളിയെ വെറുത്താണ് നമ്മൾ തുടങ്ങുന്നത്. ഞാൻ അങ്ങനെ തുടങ്ങിയത്. ഇയാൾ ആദ്യമേ ഈ കിടന്നുള്ള ഇയാളുടെ ഈ പിന്നെയും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറുത്ത് തുടങ്ങിയതാ. പക്ഷെ ആ വെറുപ്പിൽ നിന്ന് നമ്മളയാളെ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് പുള്ളി പിടിച്ച ട്രാക്ക്. ആ ഒരു ട്രാക്കിലാണ് പുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാക്കിനൊരു വിള്ളൽ വരുത്താനായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ ഇന്ന് ലാലേട്ടനെ കൊണ്ട് ഇത്രയും കൊണ്ട് വലിച്ചു കീറിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ അനീഷ് എങ്ങനെ ഇനി മുന്നോട്ട് നിൽക്കും, അവിടെയാണ് അനീഷിന്റെ ഗെയിം ഇരിക്കുന്നത്. മുന്നോട്ടും അനീഷ് ഇത്രയും നാൾ നിന്ന് അനീഷ് പറഞ്ഞ കാര്യങ്ങളിൽ അനീഷ് ഉറച്ചു നിന്ന്, ഞാൻ സാധാരണക്കാരാണ്, ഇത് ഞാനിവിടെ ജീവിക്കുകയാണ്, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ വെറുതെ ആയിരിക്കാം. എനിക്കങ്ങനെ അതൊക്കെ അങ്ങ് സത്യമാണെന്നൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ പുള്ളിയുടെ ജീവിതം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പുള്ളിയുടെ ലൈഫ് നമ്മൾ കുറച്ചുകൂടെ പേഴ്സണലായിട്ടൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം അപ്പം വിലയിരുത്താം പുള്ളി ഇതിനകത്തുള്ള പോലെയാണ് ശരിക്കും ജീവിതത്തിലെന്ന്. അതല്ലാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ പുള്ളി ചെയ്യുന്ന മൊത്തം ഗെയിമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഈ ഗെയിം തന്നെ പുള്ളി മുന്നോട്ട്, അതിപ്പം ഗെയിം ആണെങ്കിലും ശരി, പുള്ളി ശരിക്കും ജീവിക്കുന്നതാണെങ്കിലും ശരി, ലാലേട്ടനല്ല ആര് വലിച്ചു കീറിയാലും ഇങ്ങനെ തന്നെ പുള്ളി മുന്നോട്ട് നിന്നാൽ പുള്ളി ഷുവർ ഷോട്ടാണ്, കപ്പും കൊണ്ടേ പുള്ളി കോടന്നൂരിലേക്ക് പോകത്തുള്ളൂ. അല്ല എങ്കിൽ
ഇന്ന് അടിക്കുന്ന അടിയിൽ അനീഷേട്ടൻ കുലുങ്ങിയാൽ, അനീഷേട്ടൻ വീണാൽ അത് അനീഷേട്ടന് പണിയാവും. ഇത് എൻ്റെ ഒരു ചെറിയ പേഴ്സ്പെക്റ്റീവ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണേ. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. എനിക്ക് നമുക്കിനിയും എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും ദിവസങ്ങൾ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും എല്ലാവരെയും വലിച്ചു കീറിയിട്ടുണ്ട്. അനീഷേട്ടനെ വലിച്ചു കീറിയോ? ഇല്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ചിലപ്പം അങ്ങനെ എടുത്ത് പൊരിക്കുമായിരിക്കുന്നു. അപ്പോഴൊന്നും പൊരിച്ചിട്ടില്ല. കാരണം അപ്പോഴൊക്കെ പുള്ളിയുടെ ആ ഒരു സാധനം വേണമായിരുന്നു. ഇപ്പോൾ അതില്ലെങ്കിലും മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ആ സാധനത്തിനൊരു കൊട്ട് കൊടുക്കണം. കൊട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇയാൾ എങ്ങനെ മുന്നോട്ട് പോകും? അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് അംഗങ്ങൾ, ബിഗ് ബോസ് ടീം അംഗങ്ങൾ, മനസ്സിലായില്ലേ? ബിഗ് ബോസ് ചിലപ്പം നോക്കിക്കാണുന്ന അതായിരിക്കും. ഇനി ഇവൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇനി അവൻ മുന്നോട്ട് കാനത്ത സാധനത്തിന് അടിച്ച അവൻ കൊണ്ടുപോകും. ആ ഒരു സാധനം കാണും. പിന്നെ ഈ PR അറിയത്തില്ല, ഇതൊക്കെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, അനീഷേട്ടന് PR എന്താണെന്ന് അറിയത്തില്ലെന്നോ അല്ലെങ്കിൽ ഒരിക്കലുമല്ല. അനീഷേട്ടൻ ഗംഭീരമായിട്ട് PR പരിപാടികൾ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ കാശൊന്നും കൊടുത്ത് PR ഒന്നും ചെയ്യിപ്പിച്ചിട്ടായിരിക്കത്തില്ല പോകുന്നത്. പുള്ളിയുടെ അനിയൻ തന്നെ ചിലപ്പം പുള്ളിയുടെ സർക്കിളിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അങ്ങനെ പരിപാടി നടത്തുന്നതായിരിക്കാം. അല്ലാതെ കാശ് കൊടുത്ത് പുള്ളി ചെയ്യുന്നത്, പറയുന്നത് കേട്ടു, സത്യമാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അനീഷിന്റെ PR വർക്കുകളെ പറ്റിയിട്ട് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ എന്ത് PR ആണെങ്കിലും ഞാൻ പറയട്ടെ, പുള്ളിയുടെ ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. എന്താണെങ്കിലും കോണ്ടന്റ് പുള്ളി തള്ളി പുറത്തോട്ട് വിടുന്നുണ്ട്. ഞാൻ അത്രയും നോക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ പുള്ളിക്കായിട്ട് കോണ്ടന്റ് ഇല്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ പുള്ളി ചകടം മികടെന്നും പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അനിമോൾക്ക് കോണ്ടന്റ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഗംഭീര കോണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ തണുത്തുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചോ? തണുത്തുപോയി അനിമോള്. ഇപ്പൊ ഇല്ല. ഇപ്പൊ എപ്പോഴെങ്കിലും, ഇന്നലെ തന്നെ ലക്ഷ്മിയുടെ കൂടെ ആ കിച്ചണിലേക്ക് ഒന്ന് ചെന്നപ്പോഴാണ്, ആ പരിസരം ചെന്നപ്പോഴാണ് ഇച്ചിരി ഒന്ന് കണ്ടന്റ് കിട്ടിയത്. അതല്ലാതെ ഇല്ല. അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലയുടെയും നൂറയുടെയും കൂടെ ഇരുന്ന് പക്ക പരദൂഷണം സീനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അനിമോള്. എന്തോ അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അനിമോളുടെ ആദ്യത്തെ കളി, കിച്ചണിന്റെ അവിടെ നിന്നിട്ടുള്ളൊരു കളികളുണ്ടല്ലോ, കരഞ്ഞൂവിയുള്ള കളി, പ്ലാച്ചിക്കളി, ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അനിമോളുടെ ഗെയിമാണ്. ഞാൻ അതിനെ ഒരു രീതിയിലും അത് തെറ്റാണെന്നൊന്നും പറയത്തില്ല. അതൊക്കെ ഇത് ഗെയിം ഷോ ആ. പല രീതിയിൽ ഗെയിം കളിക്കും. മറ്റേ സത്യസന്ധൻ നന്മമരം കളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. എന്തും കാണിക്കാം എന്ന് വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിക്കാമെന്നല്ല, ഗെയിമിന്റെ രീതിയിൽ. ഏത് ഡാറ്റ്ലെസ് പരിപാടിയും കാണിക്കാമെന്നൊന്നുമല്ല, പക്ഷെ ഗെയിം കളിക്കാം. അനീഷ് കളിക്കുന്ന പോലെ ഷാനവാസ് ഞാൻ പറഞ്ഞില്ല, ഷാനവാസ് ഗംഭീര ഗെയിമറാ, മാനിപ്പുലേറ്റർ ഗെയിമറാ. ഈ മറ്റേ മിത്രം കളി കളിച്ച് ഞാൻ ആദ്യം പറയുന്നുണ്ട്, അതൊന്നും വലിയ ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പും മാങ്ങിയൊന്നും അല്ലത്. പക്ഷെ ആ ഒരു സാധനം എടുത്ത് കളിക്കാൻ തുടങ്ങിയ ഒരു ടീമാണ് ഷാനവാസ്. അക്ബറിനുണ്ടായിരുന്നു ഗെയിം, പക്ഷെ ഇപ്പൊ എനിക്കങ്ങനെ പ്രത്യേകിച്ച് അക്ബറിന്റെ ഒന്നും തോന്നുന്നില്ല. ആര്യൻ എങ്ങനെ വന്നോണ്ടിരുന്നതാ, ഞാൻ അതുപോലെ വെറുത്തൊരാളാണ്. എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ് അവനെ. കാരണം ഈ ചേഞ്ച് ഹിസ് ഗെയിം. നല്ലൊരു ഗെയിമാണ് ആര്യൻ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കളിച്ചോണ്ടിരിക്കുന്നത്. മുന്നോട്ട് പോകണം, ആരും മുന്നോട്ട് പോകണം, ഉറപ്പായിട്ടും ആരും മുന്നോട്ട് പോകണം. ഫൈനൽ 5 എത്താൻ കഴിവുണ്ട് സത്യം പറഞ്ഞ ആര്യൻ. എനിക്കിപ്പം നോക്കുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. വേറെ പല ആളുകൾക്കും ഇപ്പൊ നമ്മൾ ആദ്യമേയൊക്കെ ഫൈനൽ 5 ഇന്നാളത്ത്, പിന്നെ അതൊന്നും അല്ല, ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആര്യൻ അത് ചേഞ്ച് ആക്കുക. എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആര്യൻ്റെ ഇപ്പോഴത്തെ ഗെയിം. പിന്നെ ആവശ്യമില്ലാത്ത കുറെ ആളുകളും ഉണ്ട്, സാബു മോൻ, ബിന്നിക്ക് പോയിന്റ് പറയാൻ അറിയാം, പക്ഷെ ഒരു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാനായിട്ട് ബിന്നി കൊച്ചിന് പറ്റുന്നില്ല. അപ്പൊ എന്താണെങ്കിലും പ്രൊമോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എന്താണെങ്കിലും പറയണേ. പിന്നെ നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കാണും, അവിടത്തേലൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ പോയി നമ്മളിനി അടുത്ത ലൈവ് വേറെ എന്തെങ്കിലും പ്രൊമോ വരുമോ നോക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.